പ്രോസ്റ്റേറ്റിൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സ തേടുന്ന പലരും വന്ന് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സാർ എന്താണ് റിസം ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ? നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. നമുക്കറിയാലോ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സാധാരണ എൻലാർജ് ആവുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ മൂത്രത്തിൻ്റെ തടസ്സം ഉണ്ടാകാൻ ഒരു കാരണം. അപ്പോൾ ഈ എൻലാർജ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കകത്തൂടെ പോകുന്ന മൂത്രനാളിയെ അത് അമക്കും. അതുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കുന്നതിൻ്റെ സ്പീഡ് കുറയും. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നമ്മൾ ട്രഡീഷണലി മരുന്ന് കൊടുത്താണ് യൂഷ്വലി ട്രീറ്റ് ചെയ്യാറ്. മരുന്ന് കൊടുത്തിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫലം കിട്ടുന്നില്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ ഒരു സർജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻസിലോട്ട് പോകാം. ഈ സർജിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു 7-8 ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരേ കാര്യത്തിന് വേണ്ടി നമുക്കൊരു 10 തരം ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റും പെർഫെക്റ്റ് ആണെന്നല്ല. എന്ന് വെച്ചാൽ ഇപ്പം എല്ലാം തികഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ആണെന്നെങ്കിൽ എല്ലാ പേഷ്യൻറ്റിനും അത് ചെയ്താൽ മതിയായിരുന്നല്ലോ, അല്ലേ? അങ്ങനെയല്ല. അപ്പോൾ ഓരോ ടൈപ്പ് ട്രീറ്റ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും പോരായ്മകളും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിന് തന്നെ ഇതുപോലെ ഒരു 7-8 തരം ഡിഫറെൻറ്റ് സർജറീസ് ഉള്ളത് തന്നെ. ഇപ്പോൾ നമുക്ക് ഇന്ന് മെയിനായിട്ട് റിസം ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയാം. റിസം ട്രീറ്റ്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ വാട്ടർ വേപ്പർ തെറാപ്പി എന്ന് പറയും. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മൂത്രനാളിയിലൂടെ അകത്തൂടെ പോയി നോക്കുമ്പോൾ ഈ മൂത്രനാളിക്ക് തടസ്സം ഉണ്ടാക്കുന്ന പ്രോസ്റ്റേറ്റിൻ്റെ ഏരിയാസ് ഉണ്ടോ, ഈ അകത്തോട്ട് തള്ളി നിൽക്കുന്നു. ഈ തള്ളി നിൽക്കുന്ന ഏരിയയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മുടെ ഈ ആവി അതിലോട്ട് അടിച്ചു വിടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം, ആവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടുള്ള കാര്യം. നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിനേക്കാളും കൂടുതൽ എനർജി ഡെൻസിറ്റി ഉള്ള ഒരു സാധനമാണ് ആവി. കാരണം ഇപ്പം നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കകത്തോട്ട് ആവി അടിച്ചു വിടുമ്പോൾ, നമുക്കിപ്പോൾ ഒരു കയ്യിലോ അല്ലെങ്കിൽ കാലിലോ തൊലിയിൽ എവിടെയെങ്കിലും പൊള്ളിയാൽ അറിയാം, പൊള്ളി കഴിയുമ്പോൾ അവിടെ നീര് വെക്കും, കുറച്ച് കഴിയുമ്പോൾ ആ തൊലി അടന്നു പോകും, വിട്ടുപോകും, അല്ലേ? അതുപോലെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നമ്മൾ തടസ്സം കാണുന്ന ഭാഗത്തോട്ട് നമ്മൾ ആവി അടിച്ച് വിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചുറ്റുവട്ടത്തുള്ള ഒരു 10 മില്ലിമീറ്ററൊക്കെയാണ് അവർ പറയുന്നത്. 10 മില്ലിമീറ്റർ ആ പ്രോസ്റ്റേറ്റ് ദശ കുറച്ച് നാളുകൾ കൊണ്ട് അതിൻ്റെ നിർജ്ജീവമാവുകയും അത് വിട്ടുപോരുകയും ആ ഒരു ഏരിയ, ഈ തടസ്സം ഉണ്ടാക്കുന്ന ഭാഗം അങ്ങ് പോവുകയും ചെയ്യും. ഇതാണ് ഈ റസത്തിൽ സംഭവിക്കുന്നത്. റസത്തിൽ അപ്പം നമ്മൾ നോക്കി തടസ്സമുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഇതുപോലെ ആവി അടിച്ചു വിടും. എന്നിട്ട് കുറച്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പതുക്കെ ആ ആവി കൊണ്ട ഭാഗങ്ങളൊക്കെ നിർജ്ജീവമായിട്ട് അതങ്ങ് വിട്ടുപോരുകയും ആ തടസ്സം ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ നിന്ന് ആ ദശ മാറി കഴിയുമ്പോൾ യൂറിൻ്റെ ഫ്ലോ ഇമ്പ്രൂവ് ആവുകയും ചെയ്യുന്നതാണ് റസം ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെ ഈ റസം ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഹാർഡ്ലി അനസ്തീഷ്യ കൊടുത്താണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ, പുറം രാജ്യങ്ങളിലൊക്കെ പല സ്ഥലത്ത് അനസ്തീഷ്യ കൊടുക്കാതെയും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഒരു അനസ്തീഷ്യയുടെ ഹെൽപ്പോടു കൂടിയാണ് ഇത് ചെയ്യാറ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വിത്തിൻ ഒരു 5 or 10 minutes കൊണ്ട് ഈ സർജറി അങ്ങ് കഴിയും. ഈ സർജറി കഴിഞ്ഞ് നമുക്കൊരു ട്യൂബ് വിട്ട് കഴിഞ്ഞൊരു പേഷ്യൻറ്റിനെ നെക്സ്റ്റ് ഡേ ട്യൂബ് ഊരി ചിലപ്പോൾ വീട്ടിൽ പോലും വിടാൻ പറ്റും. അപ്പം ഈ നമ്മളിതിൻ്റെ അകത്ത് ദശയൊന്നും കട്ട് ചെയ്യുന്ന എടുക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മളൊരു ബ്ലീഡിങ്ങോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ സർജറി കഴിയുമ്പോൾ. അപ്പം നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാരുണ്ടാവും ചിലപ്പോൾ പ്രായമൊക്കെ വല്ലാണ്ടായി ഒത്തിരി ഹാർട്ടിന് അസുഖം, സ്ട്രോക്കൊക്കെ വന്നിട്ട് രക്തം കട്ട് പിടിക്കാതിരിക്കാനുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാവും. ചിലവർക്ക് ഭയങ്കര സ്ട്രോക്കൊക്കെ വീണ്ടും വരാനുള്ള ഭയങ്കര റിസ്ക് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ മരുന്നുകളൊന്നും ഓപ്പറേഷന് വേണ്ടി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെയൊക്കെ പേഷ്യൻസിൽ വളരെ ആപ്റ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒന്നും മെഡിസിൻസ് നിർത്താതെ ബ്ലീഡിങ് അങ്ങനെ ഒന്നും ഉണ്ടാകാനുള്ള റിസ്ക് ഇല്ല. നമുക്ക് വളരെ അനസ്തീഷ്യ റിസ്ക്കും ഒക്കെ വളരെ കുറച്ച് പെട്ടെന്ന് സർജറി ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സർജറിയുടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്ലാഡർ നെക്ക് എന്ന് പറയുന്നത് വെച്ചാൽ മൂത്രസഞ്ചിയും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും ജോയിൻ ചെയ്യുന്ന ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ നമ്മളൊന്നും ചെയ്യത്തില്ല, അതിൽ നിന്ന് കുറച്ച് വിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ ബ്ലാഡർ നെക്ക് നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ട് ബ്ലാഡർ നെക്ക് പഴയതുപോലെ തന്നെ പ്രിസർവ്ഡ് ആയി. അപ്പോൾ ഈ ബ്ലാഡർ നെക്ക് പ്രിസർവ്ഡ് ആകുമ്പം ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സാധാരണ പ്രോസ്റ്റേറ്റ് സർജറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സെക്ഷുവലായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. നമുക്ക് സാധാരണയുള്ള സർജറി അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ബീജത്തിന്റെ അളവൊക്കെ കുറയാം. അപ്പം ഈ ഒരു റസം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ സെക്ഷൽ പ്രോബ്ലംസ് ഒക്കെ വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഇനിയും കുട്ടികൾ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവരിലും വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് റിസം. ഈ റിസത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസഡ്വാൻറ്റേജസ് അങ്ങനെ പറയാൻ വളരെ കുറവാണ്. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ബ്ലാഡർ നെക്കിൽ നമുക്കൊന്നും ചെയ്യുന്നില്ല ഈ റിസത്തിൽ. അപ്പം ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻറ്റ് ഉള്ള ആൾക്കാരിൽ പല സ്ഥലത്ത് ഇതുപോലെ തടസ്സം വരും. ചില ആൾക്കാർക്ക് ബ്ലാഡർ നെക്ക് ഏരിയയിലായിരിക്കും ചിലപ്പോൾ കൂടുതൽ തടസ്സം. അപ്പം ഈ റിസം ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ബ്ലാഡർ നെക്കിലൊന്നും ചെയ്യാത്തത് കൊണ്ട് ഈ ബ്ലാഡർ നെക്ക് ഏരിയയിൽ കൂടുതൽ തടസ്സം ഉണ്ടായി പ്രശ്നമുള്ള ആൾക്കാർക്ക് നമുക്ക് റിസം ഒരു ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. അതുപോലെ തന്നെ
ഈ റിസം നമുക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഫുൾ ഇഫക്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ദിവസം എടുക്കും. എന്ന് വെച്ചാൽ നമുക്ക് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മൾ സ്റ്റീം അടിച്ചു കൊടുത്തിരിക്കുന്ന ഏരിയ നിർജ്ജീവമായിട്ട് അത് ചെറുതായി പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ എടുത്തെന്നിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതാണ്, റിസം നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തെങ്കിലും അതിൻ്റെ ഇഫക്റ്റ് വരാൻ ചിലപ്പോൾ കുറച്ച് ദിവസം ഒന്ന് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഒത്തിരി പേരിൽ കാത്തിരിക്കുന്നതിന് പ്രോബ്ലം ഇല്ല. പക്ഷേ നമ്മൾ പറയുമ്പം നമ്മളത് ബാക്കിയുള്ള സർജറീസ് ഇപ്പം നമ്മൾ ലേസർ വെച്ച് പ്രോസ്റ്റേറ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ TURP എന്ന് പറഞ്ഞ കറണ്ട് വെച്ച് പ്രോസ്റ്റേറ്റിന്റെ ദശ അകത്തൊന്ന് കട്ട് ചെയ്ത് കളയുക, അതിൻ്റെയൊക്കെ ഇഫക്റ്റ് കുറച്ചും കൂടെ ഇൻസ്റ്റന്റ് ആണ്. ഇത് ആകുമ്പോൾ കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് റിസത്തിന്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ചെയ്യുന്ന ഹോളപ്പോ അല്ലെങ്കിൽ TURP എന്ന് പറഞ്ഞ സർജറിയിലോ ചെയ്യുന്ന അത്രയും യൂറിനറി ഇംപ്രൂവ്മെന്റ് നമുക്ക് കിട്ടത്തില്ല. റിസം കൊണ്ട് എന്തായാലും നമുക്ക് കുറച്ച് ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്ന ട്രഡീഷണൽ സർജറിയുടെ അത്രയും ചിലപ്പോൾ യൂറിനറിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് ചിലപ്പോൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എല്ലാ സർജറീസും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. റിസത്തിന് നോ ഡൗട്ട് റിസമിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പേഷ്യൻറ്റിൽ നമ്മളത് ഉപയോഗിക്കും. നമ്മളതിൻ്റെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ കറക്റ്റ് പേഷ്യൻറ്റിനെ ചൂസ് ചെയ്ത് റിസം ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്ക് എല്ലാ പേഷ്യൻറ്റും റിസം ചെയ്യാം എന്ന് വിചാരിക്കരുത്. അപ്പം നിങ്ങൾ ഒരു പേഷ്യൻറ്റ് നമ്മൾ റിസത്തിന് വേണ്ടി വരുമ്പോൾ ഒരു യൂറോളജിസ്റ്റിനെ കാണുക. നമ്മൾക്കാണെങ്കിലും ആ ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിയുമ്പം അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ പരിശോധിച്ച് പേഷ്യൻറ്റിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം ചിലപ്പോൾ മൂത്രനാളി ലൈറ്റ് അടിച്ച് നോക്കി എവിടെയാണ് തടസ്സം എന്നൊക്കെ നോക്കി കഴിയുമ്പോഴുള്ളൂ നമുക്ക് 100% ഉറപ്പിച്ച് പേഷ്യൻറ്റിനോട് പറയാൻ പറ്റുള്ളൂ നമുക്ക് ആ റിസം ചെയ്യുന്നതുകൊണ്ട് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വളരെ ഒരു സ്ട്രിക്റ്റ് ക്രൈറ്റീരിയയിൽ നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്ന പേഷ്യൻറ്റിൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് ട്രീറ്റ്മെൻറ്റ് വിത്ത് വെരി 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 മിനിമൽ സൈഡ് എഫക്ട്സ്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന പേഷ്യൻറ്റ് കറക്റ്റ് ആയിരിക്കണമെന്ന് മാത്രം.